ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ പോയി ദർശനം നടത്തുകയും അപ്പോൾ അവിടെയാണോ ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉത്തരം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കൃഷ്ണൻ തുണിയിലും തുരുമ്പിലും ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ AKG സെന്ററിന് കാവ്യ കളറാണ് അടിച്ചിട്ടിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഇവന്മാർ സംഖ്യയാകാനുള്ള തുടക്കമാണ്. ചിലരൊക്കെ ഉണ്ടായിരുന്നു, ശിവൻകുട്ടി എന്ന് പറയുന്ന ആള്, അങ്ങനെ കംപ്ലീറ്റ് നട്ടും ബോൾട്ടും ലൂസായിരിക്കുക കംപ്ലീറ്റ്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ABCD പഠിച്ചിട്ടുമില്ല. ഇപ്പോൾ വാസ്തവത്തിൽ അയാൾ LKG ചേർക്കേണ്ടതാണ്. LKG ചേർത്ത് പഠനം നടത്തിയതിന് ശേഷം അയാളെ വിദ്യാഭ്യാസ മന്ത്രി ആക്കണ്ടേ. ഞാൻ എപ്പോഴും ഹർത്താലിനെതിരാണ്. ഞാൻ എന്നും ഹർത്താലിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, നമ്മൾ നൂറുകണക്കിന് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ അത് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലൊരു UDF സുനാമി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു 16 മുതൽ 22 വരെ സീറ്റുകൾ വേണമെങ്കിൽ BJPക്ക് കിട്ടാമായിരുന്നു കേരളത്തിൽ. പക്ഷേ അത് ഇവിടുത്തെ പ്രസിഡന്റും അങ്ങയുടെ കുറച്ച് ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നതാണ്. അപ്പം ഞാൻ പോടാ പോലീസിൽ നിന്നും വിളിച്ചിട്ടില്ല. അതിന് എന്നെയും കൂട്ടി കെട്ടിയായിരുന്നു ഇവർ പലരും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇനിയിപ്പോൾ അവർ MLA ആയാലും പോടാ പോലീസിൽ നിന്ന് വിളിക്കുന്ന കുറേ കൂടി സന്ദർഭങ്ങളുണ്ടായേക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളം, ഇപ്പോൾ ഇവർ തന്നെ പൈപ്പ് അടച്ചു വെച്ച് വെള്ളക്ഷമ ഉണ്ടാക്കുക, പൈപ്പ് പൊട്ടിച്ച വെള്ളക്ഷമ ഉണ്ടാക്കുക. തിരുവനന്തപുരത്തെ ജീവിക്കുന്ന ആൾക്കാരെ ബാധിക്കില്ല. കാരണം അവർ ഈ 45 വർഷവും ഈ CPMന്റെ കീഴിൽ ഭരണം കണ്ടവരാണ്. എനിക്ക് പിണറായി വിജയനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് തന്നെ പ്രശ്നമുണ്ടോ? അദ്ദേഹം നുണ പറയാനായിട്ട് യാതൊരു മുഖമാറ്റവും ഇല്ലാതെ നുണ പറയുന്നതിൽ ഏറ്റവും വലിയ വിദഗ്ധനാണ് കേരളം. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി മുൻ DGP ഡോക്ടർ TP സെൻകുമാർ സാറാണ്. നമസ്കാരം സാർ. സാറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം സാറ് വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി ഇവയൊക്കെയായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. റിട്ടയർമെൻറ്റിന് ശേഷം ഓക്കെ, ഞാൻ കുറേയധികം സംഘടനകളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിമിതിയൊന്നുമില്ല. കുറേയധികം സംഘടനകളായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ എടുത്തിരിക്കുന്നത്? അതായത് ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, സാധാരണ ഒരു DGP ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പോയ ആൾക്കാർ അങ്ങനെ പോകാറില്ല. ഈ ഹിന്ദു സമാജത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണോ അതോ ഇന്ത്യയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണോ? രണ്ടിൻ്റെയും വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. നമ്മൾ ഇപ്പോൾ അതുപോലെ എൻ്റെ സോഷ്യൽ മേഖലയിലല്ലാതെയുള്ള എൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ FB അല്ലെങ്കിൽ YouTube ഇതിലൊക്കെ ചെയ്യുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പലരും അവഗണിക്കുന്ന, പക്ഷേ അധികം കാലം കൂടാതെ വളരെ അപകടത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജനസംഖ്യയിലുണ്ടാകുന്ന അപകടകരമായ മാറ്റങ്ങൾ, അതുപോലെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തുറന്നു കാണിക്കാനായിട്ട്, അതോടൊപ്പം അതേസമയം തന്നെ ഇപ്പോൾ സേവന മേഖലയിലാണെങ്കിൽ ഇപ്പോൾ സേവാഭാരതിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ അവരുമായിട്ട് ശരിയായിട്ട് നന്നായിട്ട് ഇടപെടുക. ഇപ്പോഴും അവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ചിലപ്പോൾ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഹെഡ്ക്വാർട്ടർ ബിൽഡിങ് പണിയുന്നുണ്ട്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി ഭവൻ, അപ്പോൾ അതിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞാൻ, ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലാണെങ്കിൽ അതിൻ്റെ രക്ഷാധികാരിയാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഹൈന്ദവ സമൂഹത്തിനുണ്ടായിരിക്കുന്ന അപകടങ്ങൾ, അതേക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാനും അതിൽ അവർക്ക് എന്താ പറയുന്ന വേണ്ടത്ര അറിവ് കൊടുക്കാനുമാണ് അതിൻ്റെ ഉദ്ദേശം. സാർ, ഈ ഹിന്ദു ഐക്യവേദിയായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹിന്ദുക്കളുടെ ഐക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നിധിൻ എന്ന് പറയുന്ന ഒരു BDA സ്റ്റുഡൻറ്റിൻ്റെ മരണം. ഒരു മുൻ DGP എന്ന നിലയിൽ, ഈ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നിതിൻ എന്ന് പറയുന്നത് അത് ഒരു കുട്ടി എന്ന നിലയിൽ തന്നെ നമ്മളതിനെ വളരെ രൂക്ഷമായിട്ട് അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരിക്കലും ഒരു ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കർശനമായ നടപടികൾ ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള അധ്യാപകരുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഒരു വിദ്യാർത്ഥികളോട് ഈ ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകനുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ അയാൾക്ക് തുടർന്ന് വരാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് പറയുന്നത്, നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് കർശനമായിട്ടുള്ള നടപടികളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റാം എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് എല്ലാ കുട്ടികളോടും ഇങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു കോമൺ എമ്പതി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതുവരെ അവർ ചെയ്തത്. പക്ഷെ ഇന്ന് കാലത്ത് ചെയ്തത് എനിക്ക് തോന്നുന്ന എമ്പതി പലതും ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ ഹർത്താൽ വോളണ്ടറി ആയിരിക്കുമെന്നും ഒരാളുടെ വാഹനവും തടയില്ല എന്നും കടകൾ അടപ്പിക്കില്ല എന്നും പറഞ്ഞവർ ഇന്ന് വാഹനങ്ങളൊക്കെ തടഞ്ഞ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്ന കുട്ടികൾക്ക് ആ എക്സാമിനേഷൻ പോകാൻ പറ്റാതായിട്ടുണ്ട്. ആ കുട്ടികൾ ഇനി ജീവിതകാലം മുഴുവൻ മറക്കുമോ? കഴിഞ്ഞ 1-2 വർഷം പഠിച്ചിട്ടാണ് അവർ നീറ്റ് എക്സാമിനേഷന് വേണ്ടി വരുന്നത്. അവർ 9 മണിക്ക് മുന്നേ അവിടെ എത്തിയില്ലെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടികൾ എല്ലാവരും ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു സംയുക്ത സംരംഭമായിട്ടോ ചെയ്ത കാര്യങ്ങളെപ്പറ്റി അവർക്ക് എന്നും എതിർപ്പായിരിക്കും. കാരണം അവരെ ഈ വിധത്തിൽ ബാധിക്കുന്ന വിധത്തിൽ ചെയ്തുകൊണ്ട്. അതുപോലെ ആശുപത്രിയിൽ പോകുന്ന പലർക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹർത്താൽ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഹർത്താലിനെതിരാണ്. ഞാൻ എന്നും ഹർത്താലിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് മറ്റാരെങ്കിലും നമ്മളോട് ഒരു ഉപദ്രവം ചെയ്താൽ നമ്മൾ സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ് ഹർത്താൽ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. വിദേശിയായിട്ടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സമയത്ത് അവർക്കെതിരെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അത് വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടൊരു മാർഗമാണ്. അപ്പോൾ ഹർത്താൽ വോളണ്ടറി ആയിട്ട്, ഇപ്പോൾ ഹർത്താൽ അങ്ങ് പ്രഖ്യാപിച്ചു അതോടെ നിർത്തണം. വോളണ്ടറി ആയിട്ട് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ സ്വയമേ അത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ സ്വയമേവ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ശരി. പക്ഷെ അത് ചെയ്യാതെ ഇതേപോലെ അത്യാവശ്യത്തിന് പരീക്ഷ എഴുതാനും ആസ്പത്രിയിൽ പോകാനും അതുപോലെ ഇത്രയും ചൂടുള്ള സമയത്ത് കുട്ടികളെ അടക്കം റോഡിൽ ബസ്സിലും ഒക്കെ ആയിട്ട് പോകുന്നവരെ തടഞ്ഞിട്ടാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അവർക്കുണ്ടായിരുന്ന സിമ്പതിയും സമൂഹത്തിൻ്റെ സിമ്പതി ഇല്ലാതായി പോകും. അതവർ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഈ ഹർത്താൽ ഈ വിധത്തിൽ നടത്തിയാൽ ജനങ്ങളുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ എന്തോ കാര്യം നേടാൻ സാധിക്കുന്നു. ഒരിക്കലും അത് കിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിന് പകരം നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ജനങ്ങളുടെ പിന്തുണ വാങ്ങിക്കുകയാണ് നല്ലത്. ഇപ്പോൾ കോടതികളുണ്ട്, അതുപോലെ പോലീസ് സംവിധാനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കോടതികളിൽ പോയിട്ട് കോടതികളിൽ നിന്ന് നീതി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് എല്ലാ സ്ഥലത്തും ഒരു ദിവസം ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്താം. പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കരുത്. മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ അടിച്ച് വാഹനങ്ങളൊക്കെ നശിപ്പിച്ച് അങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്ര അധികം ആൾക്കാർ അതിനെതിരാകുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ ടി വിയിൽ കണ്ട സമരം വെച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്ര 100 കണക്കിന് കുട്ടികൾക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം കുട്ടികൾ വഴിയിൽപ്പെട്ടു. അപ്പോൾ ആ കുട്ടികളുടെ ഭാവിയെ വളരെ ഇതായിട്ട് ബാധിച്ചു. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, നമ്മൾ 100 കണക്കിന് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ അത് ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു, വാഹനങ്ങളൊന്നും തടയില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സമൂഹത്തിലുണ്ടാകുന്ന പിന്തുണ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതൊരു പക്ഷേ കുറച്ച് പേർക്ക് നേതാവാകാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അതിലൊരു പുതിയൊരാൾ ഘടകം വന്ന് കൂടിയിട്ടുണ്ട് നേതാവാകാനായിട്ട്. കാരണം ആ ആള് പറഞ്ഞിട്ടുണ്ട് ആ സമൂഹത്തിൽ നിന്ന് മാറി മതം മാറി പോയ ആളാണ്. മതം മാറിപ്പോയിട്ട് അതിനുശേഷം ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും മതം മാറിയെന്നാണ് പറയുന്നത്. പക്ഷെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റില്ല. അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരാൾ മതം മാറിയാൽ അതിന് പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല
എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ മതം മാറിയിട്ട് വീണ്ടും മതം മാറി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും ഹിന്ദു ആകുന്നു, അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾക്ക് നേതാവാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമാണ് ഇത്. അത് ഈ തലേ ദിവസം എല്ലാവർക്കും യാതൊരു പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ രൂക്ഷമായ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജന സമൂഹം അവർക്ക് എതിരാകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുക. സാർ, ഇപ്പോൾ കേരളത്തിലെ BJPയുടെ അവസ്ഥ എങ്ങനെയാണ് സാർ നോക്കുന്നത്? അല്ല, കേരളത്തിലെ BJPക്ക് ഈ ഇലക്ഷനിൽ ഞാൻ കുറേ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു, കിട്ടേണ്ടതായിരുന്നു. അവർ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ല, ഔട്ട്റീച്ച് ടു ഹിന്ദു വിഭാഗങ്ങളിലേക്ക് പോകുമായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതായിരുന്നു. ഇപ്പോൾ കേരളത്തിലൊരു UDF സുനാമി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു 16 മുതൽ 22 വരെ സീറ്റുകൾ വേണമെങ്കിൽ BJPക്ക് കിട്ടാമായിരുന്നു. കേരളത്തിൽ സാമാന്യം അത്രമാത്രം മാറ്റങ്ങൾ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ പ്രസിഡന്റും അങ്ങേരുടെ കുറച്ച് ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതാണ്. ഇപ്പം ചെങ്ങന്നൂർ പോലുള്ളൊരു സ്ഥലത്ത് അവരൊരു വിശ്വകർമ്മ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു. കാരണം അവിടെ 10,000-40,000 വിശ്വകർമ്മർ ഉള്ള സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ കായംകുളത്ത് നിന്നല്ലേ വരുന്നത്. അവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ V മുരളീധരനൊക്കെ ABVPയിൽ കയറാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ കൊടുത്ത ആളാണ് V രാജൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിൻ്റെ മുഴുവൻ കേരളത്തെ വോട്ട് നേടാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു സമൂഹത്തിലേക്ക് ഇപ്പോൾ പറയുന്ന നമ്മൾ അപ്പർ കാസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നായർ, NSS, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വിഭാഗങ്ങളുടെ വോട്ട്, അല്ലെങ്കിൽ SNDP, അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വിശ്വകർമ്മർ, ദേവരർ, അത് കഴിഞ്ഞാൽ കുറേയധികം ചെറിയ കാസ്റ്റുകളുണ്ട്. പക്ഷേ അവരൊക്കെ ചെറിയ ചെറിയ കാസ്റ്റുകളാണ്. ഒരു മണ്ഡലത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. പക്ഷേ അവരുടെ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ജയിപ്പിക്കാൻ ബാക്കിയുള്ള പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ BJPയുടെ നില കൂടുതൽ മെച്ചപ്പെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൗണ്ടിങ് വരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് 4-ാം തീയതി കാണാം. അതെ സാർ, ഈ കാൻഡിഡേറ്റ്സിനെ എടുത്തത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു പലയിടത്തും. എസ്പെഷ്യലി കുണ്ടറ പോലുള്ള സ്ഥലത്തൊക്കെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു കഴുതയൊക്കെ വെച്ചത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നു. 2020-ക്കൊക്കെ ഇതുപോലെ കൊടുത്ത് വളരെ അത്ഭുതകരമായിട്ടാണ്. അപ്പോൾ അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ അപൂർവം ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ തെറ്റായ രീതിയിലാണ് നടന്നതെന്ന് നമുക്ക് സാമാന്യം തന്നെ കാണാൻ പറ്റും. പ്രധാനമായിട്ടുള്ള ഇപ്പോൾ K. സുരേന്ദ്രൻ, അല്ലെങ്കിൽ അവരുടെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേയധികം ഇതിൽ ഞാൻ പോസ്റ്റുകളിലിട്ടായിരുന്നു, പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദേ ഹാവ് ടു ഇംപ്രൂവ് എ ലോട്ട് ഇൻ കേരള. അവരുടെ തോട്ട് പ്രോസസ് ഹാസ് ടു ചേഞ്ച് ആക്ച്വലി ഇൻ കേരള. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സീറ്റിലേക്ക് വളരെ ചുരുക്കപ്പെടാനും സാധ്യതയുണ്ട്. ഒരു UDF സുനാമി ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ചുരുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ സ്ട്രെങ്ത് കുറേ കൂടി കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് ഉള്ളൊരു ഫീലിംഗ് ഉള്ളത്. സാർ, ഈ മതപ്രീണനം കൊണ്ടിട്ട് നമുക്ക് ഈ ജനാധിപത്യത്തെ നല്ല രീതിയിൽ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. BJP അത് തന്നെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ചില നേതാക്കന്മാരൊക്കെ മുട്ടിലഴിഞ്ഞു പോവുക, മാതാവിന് കിരീടവും കൊണ്ട് പോവുക, വാഴക്കൊലയും കൊണ്ട് പോവുക, ഇതൊക്കെ വളരെ എന്താ പറയുക, ഒരു കോമാളിക്കളി പോലെ നമുക്ക് തികച്ച കോമാളിത്താണ്. യാതൊരു കാര്യമില്ല. അവർക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണ് കേരള സൊസൈറ്റി എന്ന് അറിയാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. കൂടുതൽ മറുപടി ഞാൻ പറയുന്നില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സമൂഹം എന്താണെന്ന് അറിയാത്തവർ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അല്ലാത്തവർ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നടൻ വിജയ് എന്തുകൊണ്ട് അങ്ങനെ പോയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അവിടുത്തെ സെൻസസ് അനുസരിച്ച് 6% ക്രിസ്ത്യാനികളെ തമിഴ്നാട്ടിലുള്ളൂ. ഈ 85% ഹിന്ദുക്കളാണ് തമിഴ്നാട്ടിലുള്ളത്. ആ 85% വോട്ടിന് വേണ്ടി ആരും നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് 6% ക്രിസ്ത്യാനികളുടെ വോട്ടിനും പിന്നെ ഏകദേശം 8-9% മുസ്ലിമുകളുടെ വോട്ടിനും വേണ്ടിയാണ് ആൾക്കാർ നടക്കുന്നത്. 84-85% ഹിന്ദുക്കളുടെ വോട്ടിന് വേണ്ടി നടക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ക്രിപ്റ്റോ ആയിട്ടുള്ളവരുടെ എണ്ണം എത്രയുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മാസിക വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേപ്പറ്റി നമുക്ക് സബ്ജക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോവുകയായിരിക്കും നല്ലത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ DGP ആയിരുന്ന ശ്രീലേഖ IPS റോഡിലിരുന്നിട്ട് പോടാവുല്ലേ പോലീസെ വിളിക്കുന്നുണ്ട്. സാറ് എങ്ങനെയാണ്
ഇതിനെ ഒന്ന് നോക്കുന്നത്? നോക്ക്, ഇപ്പം ഞാൻ പോടാപ്പുല്ല പോലീസിൽ നിന്നും വിളിച്ചിട്ടില്ല. അതിന് എന്നെയും കൂടി കൂട്ടി കെട്ടിയായിരുന്നു ഇവർ പലരും. ഞാനും ആക്ച്വലി പറഞ്ഞത്, ഞാൻ ചെയ്ത ഒരു പ്രതിഷേധ സമരത്തിൽ അത് എടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചവിട്ടി കയറി തുറന്ന് അവിടെ ആക്രമണം നടത്തിയ ഓഫീസറെ ശിക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പോടാപ്പുല്ല പോലീസ് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവർ BJPയിൽ ഒരു മെമ്പറാണ് ഇപ്പോൾ. ആ മെമ്പർ ഒരു കൗൺസിലറും കൂടിയാണ്. അപ്പോൾ വനിതാ കൗൺസിലേഴ്സ് ചെയ്ത ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരവിടെ ഇരുന്നത്. അപ്പോൾ അവർ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇനിയിപ്പോൾ അവർ MLA ആയാലും പോടാപ്പുല്ല പോലീസ് എന്ന് വിളിക്കുന്ന കുറേ കൂടി സന്ദർഭങ്ങളുണ്ടായേക്കാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോ വിഭാഗങ്ങളിലും എടുത്തു നോക്കിക്കോളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രതിപക്ഷത്ത് MLA ആയിട്ടോ അല്ലെങ്കിൽ MLA അല്ലാതെ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വിളിക്കുന്നില്ലേ പോടാപ്പുല്ല പോലീസ് എന്നൊക്കെ? അവർക്കല്ലേ ഈ പ്രശ്നങ്ങൾ? അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യർ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി. അതുപോലെ MC ചഗ്ല കോടതിയിലെ ജഡ്ജിയായിരുന്ന ആൾ കോൺഗ്രസിൻ്റെ മന്ത്രിയായിട്ട് മാറി. അതുപോലെ S കൃഷ്ണകുമാർ കോൺഗ്രസിൻ്റെ IAS നിന്ന് മാറി കോൺഗ്രസിൻ്റെ MP മന്ത്രിയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ധാരാളം പേര് അതിൽ നിന്ന് മാറി വരികയും അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീലേക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു നിയമാവലിയൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പക്ഷേ എന്താ പറയുന്നത്, അതിൻ്റെ നിയമ നടപടികൾ അവർ നേരിടണം. ആ കാര്യത്തിന് വ്യത്യാസമൊന്നും എനിക്ക് പറയാനില്ല. അവർ അവരുടെ കൂടെ ഇരിക്കുന്ന മറ്റവർ ഉള്ളവർ എന്ത് നിയമ നടപടികൾ നേരിടുന്നുവോ ആ നിയമ നടപടികൾ അവർ നേരിടണം. പക്ഷേ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിതൊന്നും ഇല്ലാതെ ഞാൻ ഇത്ര കാര്യങ്ങൾ പറയുകയും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മുഴുവൻ, അതായത് ഒന്ന്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ പോയി ദർശനം നടത്തുകയും അപ്പോൾ അവിടെയാണോ ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉത്തരം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കൃഷ്ണൻ തുണിയിലും തുരുമ്പിലും ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അതുപോലെ ഇപ്പോൾ AKG സെൻറ്ററിന് കാവ്യ കളറാണ് അടിച്ചിട്ടിരിക്കുന്നത്, അത് മുഴുവനായിട്ട് ഇവന്മാർ സംഖ്യയാകാനുള്ള തുടക്കമാണ് എന്നൊക്കെ പറയാണ് ഞാൻ ചെയ്തുള്ളത്. എന്നെ കൂടി അതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ടായിരുന്നു, ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ, അങ്ങനെ കംപ്ലീറ്റ് നട്ടും ബോൾട്ടും ലൂസായിരിക്കുകയാണ് കംപ്ലീറ്റ്. അത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൂസായതിനു ശേഷം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് കണ്ടമാനം പൈസ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഓരോന്നും വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെയും വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെയും സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെയും ഒക്കെ കറപ്ഷൻ ഇതുവരെ ഉള്ളത് കണ്ടുപിടിച്ചത് തന്നെ നോക്കിയാൽ അറിയാം എത്രമാത്രം പൈസയാണ് ഈ CPM നേതാക്കൾക്കും പാർട്ടിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതെന്ന്. അതൊക്കെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ വിഷമവും എല്ലാം കൂടിയുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിൽ നിന്ന് പോയെന്നുള്ള ആ വിഷമം ഇപ്പോഴും മനസ്സിലാക്കി അതിനൊരു സ്വസ്ഥമാക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാത്തിനും ശിവൻകുട്ടിയാണ് ഇതുകൾ പറയുന്നത്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ABCD പഠിച്ചിട്ടുമില്ല. ഇപ്പോൾ വാസ്തവത്തിൽ അയാൾ LKG ചേർക്കേണ്ടതാണ്. LKG ചേർത്ത് പഠനം നടത്തിയതിന് ശേഷം അയാളെ വിദ്യാഭ്യാസ മന്ത്രി ആക്കണ്ടേ? LKGയിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഇല്ല ആൾക്ക്. അപ്പോൾ ആ ആളാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങേരെ കൊണ്ടാണ് എഴുതി കൊടുക്കുന്നത് ശരിക്കും വായിക്കാനും അറിയില്ല. ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 900, 50,000, 25 എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. അങ്ങേരെ വെച്ചാണ് ഇതിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്ക് വലിയ വിഷമമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയാൽ. അപ്പോൾ അദ്ദേഹത്തിന് അതോടുകൂടി നട്ടും ബോൾട്ടെല്ലാം വളരെ ലൂസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഞാനും കൂടി ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ. അപ്പം ശ്രീലേഖ അവരുടെ കൗൺസിലേഴ്സിൻ്റെ ഭാഗമായിട്ടൊരു മുദ്രാവാക്യം വിളിക്കുന്നു. അതിന് അവർക്ക് നിയമപരമായിട്ട് എന്താ നടപടികളെന്ന് വെച്ചാൽ അതിന് അവർ നേടുക എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീലേഖ മാത്രമല്ല, ഇന്ത്യയിൽ ജോലി കഴിഞ്ഞതിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ പൊളിറ്റിക്കൽ കരിയർ എടുത്തിട്ടുള്ള ആൾക്കാർ, അവർ ആദ്യത്തെ ആളുമല്ല, അവസാനത്തെ ആളും ആവില്ല. അപ്പോൾ വേറെ ആൾക്കാരും ഇനിയും വരാനുണ്ടാകും. അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ, അപ്പോൾ ഞാൻ BJPയുടെ ഒരു മെമ്പറായിരുന്നു, ഞാനും ഇലക്ഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമരം നടത്തേണ്ട വന്നാൽ ഞാനും തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ട വന്നാണ്. പക്ഷെ ഞാൻ ഇത്ര തീക്ഷണമായിട്ട് പറയുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമോ എന്നുള്ളത് എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതുകൊണ്ട്
BJPക്ക് പ്രവർത്തിക്കുന്ന കൗൺസിലറായിട്ടുള്ള MLA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശ്രീലേഖ എന്ന് പറയുന്നത് പഴയ DGP ശ്രീലേഖ അല്ല. അവർ തികച്ചും ഒരു പാർട്ടിയുടെ മെമ്പറാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓരോ സമയത്ത് അവർ കൗൺസിലറായിട്ട് പറയേണ്ടവരില്ലേ, എനിക്ക് ഇന്ന കാര്യത്തിന് പോകാൻ പറ്റില്ല, ഇന്ന കാര്യത്തിന് പോകാൻ പറ്റില്ല എന്ന് ശ്രീലേഖ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതെ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഞാൻ വിശേഷം കാണുന്നില്ല. സാർ, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയെ വളരെ നല്ല രീതിയിലെത്തേക്ക് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നന്നായിട്ട് നോക്കിക്കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലാത്ത മലിനീകരണം, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ജലക്ഷാമം, അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും മീഡിയയുടെ കണ്ണ് മുഴുവൻ തിരുവനന്തപുരത്തേക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. ഒന്ന്, ആ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതിൻ്റെ വിഷമം അവർക്ക് പലർക്കും തീർന്നിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നായശല്യം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നാണ് ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ പറയുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ 4 മാസമായിട്ടുള്ളൂ ഈ BJPയുടെ കയ്യിൽ വന്നിട്ട്. അതിനിടയ്ക്ക് പെറ്റ് വലുതായി വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല അധികം. കാരണം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും. രണ്ടാമത്തെ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളം. ഇപ്പോൾ ഇവർ തന്നെ പൈപ്പ് അടച്ചു വെച്ച് വെള്ളക്ഷമ ഉണ്ടാക്കുക, പൈപ്പ് പൊട്ടിച്ച വെള്ളക്ഷമ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല കൊണ്ട ആ സമയത്ത് ജലക്ഷമ ഉണ്ടാക്കി. അതായത് ഗവൺമെൻറ് കയ്യിലിരിക്കുന്നു, ആ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടെങ്കിൽ കോർപ്പറേഷനാണ് ഉത്തരവാദി എന്നുള്ളൊരു ബോധ്യം, തെറ്റായ ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കി വിടുക. അപ്പോൾ ഇത്രയും നാൾ ആരാണ് വെള്ളം കൊടുക്കേണ്ടത്? ആ വെള്ളം കൊടുക്കേണ്ടത് ജല അതോറിറ്റിയാണ്. ആ ജല അതോറിറ്റിയിലാണ് വാസ്തവത്തിൽ ഈ BJPയുടെ കോർപ്പറേഷൻ്റെ ആൾക്കാർക്ക് ഒരു ചെറിയ തെറ്റ് പറ്റുന്നുണ്ട്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജല അതോറിറ്റിക്കെതിരെ ഒരു കേസ് ഹൈക്കോടതിയിൽ കൊടുക്കണം. അതായത് അവർ രാഷ്ട്രീയം കളിച്ച് ജലക്ഷാമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ ഒരു നടപടിക്ക് ഹൈക്കോടതിയിൽ നിന്ന് നടപടി എടുക്കാനായിട്ട് അവരൊരു റിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയാണ്. അതുപോലെ ഈ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 45 വർഷം തിരുവനന്തപുരം ഭരിച്ച ഒരു പാർട്ടിയാണ് പറയുന്നത്, അതായത് ഇപ്പോഴാണ് മലിനീകരണത്തിന് യാതൊരു സംവിധാനവും ഇല്ലയെന്ന്. ഇവർ വന്ന് 1-2 വർഷമെങ്കിലും ഭരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വേയിൽ, അതായത് ഇപ്പോൾ വിളപ്പിശാല ഉണ്ടാക്കിയ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അത് ഓരോ വാർഡിലും അവിടെയുള്ള മാലിന്യങ്ങൾ സംഭരിച്ച് അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യും. ഇപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഒരെണ്ണത്തിൽ കണ്ടായിരുന്നു, പ്ലാസ്റ്റിക് യന്ത്രങ്ങൾ തന്നെ പ്ലാസ്റ്റിക് വേർതിരിക്കുകയും ബയോ വേസ്റ്റ് വേറെ വിധത്തിൽ ഇതാക്കിയിട്ട് വളമാക്കി കൊടുക്കുകയും പ്ലാസ്റ്റിക് ഉരുക്കി റോഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പറ്റിയൊക്കെ ആലോചിക്കണം. അപ്പോൾ അതിനും ആലോചിക്കുകയും അതിന് ടെൻഡർ വിളിക്കുകയും അങ്ങനെയുള്ള യന്ത്രങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ട സമയം ആയി വരുന്നേ ഉള്ളൂ. അതിന് മുന്നിത് കാണുന്നത് എന്ന് വെച്ചാൽ ആ വിഷമമാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നു, അതുകൊണ്ടുള്ള വിഷമമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തികച്ചും തെറ്റായിട്ട് ഇതൊന്നും തിരുവനന്തപുരത്തെ ജീവിക്കുന്ന ആൾക്കാരെ ബാധിക്കില്ല. കാരണം അവർ ഈ 45 വർഷവും ഈ CPMൻ്റെ കീഴിൽ ഭരണം കണ്ടവരാണ്, ഇപ്പോൾ ഉള്ള മാറ്റങ്ങളും കാണുന്നവരാണ്. ഇപ്പോൾ ഉള്ള കൗൺസിലർമാർക്കും ഇപ്പോൾ മേയറൊക്കെ വളരെ റെസ്പോൺസീവായിട്ടുള്ള ആളാണ്, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കും നടപടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മഴ വരുന്നതിൻ്റെ പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള അതിലുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു 2 ഏക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഈ നായ്ക്കളുടെ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടികൾ എടുത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇവർ കരുതിക്കുട്ടി വെള്ളം സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് അതിൻ്റെ താഴെ അതോറിറ്റിയുടെ മേഖലകളിലേക്ക് പോകുന്ന വെള്ളം സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ തെറ്റല്ലേ? അങ്ങനെ ക്രിമിനൽ കാര്യങ്ങളിൽ എടുക്കുമ്പോൾ ഇവർ ഹൈക്കോടതി വെള്ളം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൈപ്പ് സ്റ്റോപ്പ് ചെയ്യുക, വെള്ളം സ്റ്റോപ്പ് ചെയ്യുക, വാട്ടർ അതോറിറ്റി തന്നെ. അങ്ങനെയാണ് വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവിടെ. ഇപ്പോൾ 2 ദിവസം മുന്നേ വീഡിയോ ഉണ്ടായിരുന്നു, ഒരു CPM പ്രവർത്തകനാണ് അയാള് കുഴിയിലിറങ്ങി പൈപ്പ് തുറക്കുന്ന അയാളെ പിടിച്ചുകൊണ്ടേയിട്ടു. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരനാണ്, അയാൾ അടച്ചു വെച്ചായിരുന്നു. അപ്പോൾ അവിടെ 2-3 വാർഡിൽ വെള്ളമില്ല. പിന്നെ കുറേ സ്ഥലത്ത് സ്ഥിരം പൈപ്പ് പൊട്ടലാണ്. ഇപ്പോൾ ഇവിടെ മേയറൊക്കെ പറയുന്നതനുസരിച്ച് കിട്ടുന്ന വെള്ളത്തിൻ്റെ 40% പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്.
അപ്പോൾ ആ വിമർശനം എന്ന് പറയുന്നത് മുഖവിലേക്ക് പോലും എടുക്കാനായിട്ട് ദൂരെ കളയേണ്ട കാര്യങ്ങളാണ്. 4 മാസമായിട്ടുള്ളൂ, പട്ടിക്കുഞ്ഞുങ്ങളൊന്നും വളരാനായിട്ട് സമയമായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു നടപടികളും എടുത്ത് ഒരു ടെൻഡറൊക്കെ വിളിച്ച് കാര്യങ്ങൾ നടത്തി വരാനായിട്ടുള്ള ഒരു ഇതുള്ളൂ. എനിക്ക് BJP-യിലേക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഒന്ന്, വെള്ളത്തിൻ്റെ കാര്യത്തിൽ അവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തിട്ട് ജല അതോറിറ്റിക്കെതിരെ ഒരു റിട്ട് വാങ്ങിക്കണം. അതായത് MD ജല അതോറിറ്റി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരണം. തിരുവനന്തപുരം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ജലം വിതരണം ചെയ്യുന്നതിനുള്ള ഒരു ലയബിലിറ്റി അയാളുടെയാണ് എന്നുള്ളത് വരുത്തണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെയുള്ള സമയബന്ധിതമായിട്ട് നടപ്പാക്കേണ്ട ടെൻഡർ ഇപ്പോൾ 2025 2026 അടക്കമുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നത് ക്യാൻസലാക്കണം. അവർ നിയമപരമായിട്ട് തന്നെ ഇപ്പോഴുള്ള സമിതികൾ ക്യാൻസലാക്കണം. ഇപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് വരെ കൊടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ചില സാധനങ്ങൾ. അതായത് ലക്ഷക്കണക്കിന് രൂപ കോർപ്പറേഷന് കിട്ടേണ്ട സാധനങ്ങൾ 25,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ബിനാമികൾക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര കോടി രൂപയാണ് ശിവൻകുട്ടിക്കും കൂട്ടർക്കൊക്കെ കോർപ്പറേഷൻ വഴി കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളത്. അത് നിന്നു പോയാലുള്ള ആ വിഷമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം സംസ്കാരമാണ് നമുക്ക് തിരുവനന്തപുരത്തുള്ളത്. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നടക്കില്ല. സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് കൊണ്ട് അത്തരം പരിപാടികൾ അധികം നടക്കില്ല. അതായത് സാറ് പറയണത് മുൻ മേയറായിരുന്ന VK പ്രശാന്തും ശിവൻകുട്ടിയൊക്കെ ആയിരുന്നോ ഈ കോർപ്പറേഷൻ അല്ലെ തിരുവനന്തപുരത്തെ ഞെക്കിപ്പിഴിഞ്ഞ് ഊറ്റിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്? കഴിഞ്ഞ 45 വർഷമായിട്ട് ഉണ്ടായിരുന്നവർ മുഴുവൻ. അതിൽ വേറെ ആരും ഇല്ല, അതെ, അവർ മാത്രമേ ഉള്ളൂ. അതിൽ തീർച്ചയായിട്ടും ശിവൻകുട്ടിക്കൊക്കെ വലിയ പങ്കുണ്ട്. ആ ശിവൻകുട്ടിക്ക് എൻ്റെ ABCD അറിയാവുന്നതാണ്, എവിടെയൊക്കെ എന്തൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ മിസ്യൂസ് നിന്നു, അതിൽ നിന്നുള്ള ആദായം നിന്നു എന്ന് വരുമ്പോഴാണ് ഈ നട്ടും ബോൾട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൂസായി പോകുന്നത്, ഫുള്ളായിട്ട് ലൂസായി പോകുന്നത്. എന്നിട്ട് തോന്നിയ ദിവസം വിളിച്ചു പറയുന്നത്. അതാണ് നടക്കുന്നത്. സർ, അതുപോലെ തന്നെ കഴിഞ്ഞ മേയർക്ക് എതിരെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഡെപ്യൂട്ടി മേയറെ പുട്ടി മേയർ എന്നും റീൽ മേയർ എന്നും ക്രിപ്റ്റോ ക്രിസ്ത്യാനി മേയർ എന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അത് സാർ എങ്ങനെയാണ് നോക്കുന്നത്? അവർ എഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു മേയറാണ്? വളരെ എഫിഷ്യൻ്റ്, സാമാന്യം അവരുടെ മേഖലയിൽ എഫിഷ്യൻ്റ് ആയിട്ടൊരു ഡെപ്യൂട്ടി മേയറാണ്. മാത്രമല്ല അവർ 3ാമത്തെ പ്രാവശ്യമാണ് അവർ ജയിക്കുന്നത് ഇലക്ഷനിൽ. 3ാമത്തെയോ 4ാമത്തെയോ പ്രാവശ്യം അവർ ഇലക്ഷനിൽ ജയിക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തു നിന്നാണ് അവർ ജയിച്ചിട്ടുള്ളത്. ഒരു വാർഡിൽ തന്നെ നിന്നിട്ടല്ല. BJP-യുടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്രയും നാൾ അവർ ജയിച്ച് വന്നത്. അവർ ഒരു SC കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അവർ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളാണ്. അതിൽ കൂടുതൽ ഇത് ആവശ്യമുണ്ട്. പിന്നെ അവരുടെ മേഖലയിൽ അവർ സാമാന്യം നല്ല എഫിഷ്യൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള പ്രവർത്തനം വെച്ചിട്ട് അവർ നല്ല എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പം കഴിഞ്ഞ മേയർ പക്ഷേ ഒരു ഗുണം ചെയ്തു കേട്ടോ. ഈ BJP-ക്ക് 50 സീറ്റ് കിട്ടാനായിട്ട് കഴിഞ്ഞ മേയറുടെ സഹായം വളരെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സാറ് കുറേ കാലമായിട്ട് തിരുവനന്തപുരത്താണല്ലോ. ഈ കഴിഞ്ഞ മേയറുടെ ദുർഭരണം സാർ എങ്ങനെയാണ് പേഴ്സണലി നോക്കിക്കാണുന്നത്? തീർച്ചയായും. അതായത് ഒരു റെക്കോർഡൊക്കെ, ഗിന്നീസ് റെക്കോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടൊന്ന് മേയറായിട്ട് വെക്കരുത്. വിവരവും അവധാനതയും ഒക്കെയുള്ള ഒരാളെ ആയിരിക്കണം മേയറായിട്ട് വെക്കേണ്ടത്. അതായത് ഇപ്പോൾ ഈ തവണ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാജേഷിനെ പോലെ അതേപോലുള്ള ആരെങ്കിലുമൊക്കെ മേയറാവിച്ച് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഒക്കെ അറിയുന്ന ഒരാളായിരിക്കണം. അതല്ലാതെ ഞങ്ങൾ ലോക റെക്കോർഡ് ഉണ്ടാക്കാനായിട്ട് 21ാം വയസ്സിൽ ഒരു പെൺകുട്ടിയെ പിടിച്ച്, ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ച് നിങ്ങൾ മേയറാക്കുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ മേയറാക്കിയതിൻ്റെ ഗുണമാണ് അവരെ എന്തായാലും BJP-ക്ക് കിട്ടി. അതിൻ്റെ ഗുണം കിട്ടിയത് BJP-ക്കാണ്. തീർച്ചയായും ആയിട്ട് 50 സീറ്റ് കിട്ടിയതിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഫലമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, പിണറായി വിജയനുമായിട്ടുള്ള പ്രശ്നം എവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്? എനിക്ക് പിണറായി വിജയനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയണം. കാരണം അദ്ദേഹം നുണ പറയാനായിട്ട് യാതൊരു മുഖമാറ്റവും ഇല്ലാതെ നുണ പറയുന്നതിൽ ഏറ്റവും വലിയ വിദഗ്ധനാണ് കേരളത്തിൽ. നോക്ക്, അദ്ദേഹം ഒരു 10 വർഷം മുമ്പ് 2016 മുന്നിൽ ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങളും ഇപ്പം ചെയ്യുന്ന പ്രസംഗങ്ങളും നോക്കുക, ഒരേ കാര്യത്തിൽ. ആ കാര്യത്തിൽ അദ്ദേഹം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ അതിനൊരു മുഖമാറ്റം ഇല്ലാതെ, അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ദേഷ്യപ്പെട്ട് പത്രപ്രവർത്തകരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാത്ത ഒരാളായിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പിണറായി വിജയൻ, ഞാൻ ASP ആയിരിക്കുമ്പോൾ തലശ്ശേരിയിൽ കൂത്തുപറമ്പിൽ
ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ അറ്റാക്ക് ചെയ്ത അയാളുടെ പല്ല് അടിച്ചൊഴിച്ച കേസിൽ ഒരു പ്രതിയായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ. അങ്ങനെ ഒരു കാര്യം മാത്രമേ എനിക്ക് പിണറായി വിജയനെ, അന്ന് പിണറായി വിജയൻ ജില്ലാ തലത്തിലില്ല, അവർ താത്തി ലോവർ ലെവലിലേക്ക് താത്തിയിട്ടിരിക്കുന്ന, ശിക്ഷ കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷമാണ് അവിടെ എം.വി. രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇദ്ദേഹത്തിന് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വീണ്ടും തിരിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നതും വി.എസ്. അച്യുതാനന്ദൻ്റെ സഹായം കൊണ്ടാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം വി.എസിൻ്റെ കാലുവെട്ടി കംപ്ലീറ്റ് പാർട്ടി കൈയടക്കി. പിന്നെ അദ്ദേഹത്തിന് ഇത് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പേഴ്സണലായിട്ട് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പിന്നെ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ തലശ്ശേരിയിലുണ്ടായിരുന്ന കേസ് മാത്രം നോക്കിയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പിണറായി വിജയനുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടില്ല. കാരണം ഞാൻ പോലീസിൽ ആക്ച്വലി കൂടുതൽ ജോലി ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം 1997 മറ്റോ ആണ് പാർട്ടി സെക്രട്ടറി ആവുന്നത്. ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത്. ആ ചടയൻ ഗോവിന്ദൻ്റെ മകൻ ഒരു ഹോട്ടലിൽ നടത്തി ജീവിക്കുന്ന ഫോട്ടോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഹോട്ടൽ നടത്തി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ദേശാഭിമാനിയിൽ ജോലി കൊടുത്തപ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ പേരിലാണ് അദ്ദേഹം മകൻ അവിടെ നിന്ന് ജോലി മാറ്റി വിട്ടത്. അയാളൊരു ഹോട്ടൽ പലരുമായിട്ട് ചേർന്ന് ഒരു ഹോട്ടൽ നടത്തിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ആളാണ് ചടയൻ ഗോവിന്ദൻ. അദ്ദേഹം മരിച്ചപ്പോഴാണ് ഇദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് ഒരു 10-17 വർഷത്തോളം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടർന്നു പോയിട്ടുള്ള ആ സാഹചര്യത്തിൽ പാർട്ടി മുഴുവൻ കൈയടക്കാൻ പറ്റി. വി.എസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ കഴിഞ്ഞ തവണ 2006-11 കാലഘട്ടത്തിൽ വി.എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും കൺട്രോൾ മുഴുവൻ പിണറായി വിജയനായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് എന്നോട് പ്രത്യേകിച്ച് വിദ്വേഷം ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട്, കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ KSRTCയുടെ MD ആയിരുന്നു, KSBCയുടെ MD ആയിരുന്നു, ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ഇതുപോലെ പോലീസിലുണ്ടായ സമയം 1 കൊല്ലം മാത്രമാണ്. 2005 1 വർഷം, 2005-2006 ഒരു 1.25 വർഷം. അതിനുശേഷം ഞാൻ പിന്നീട് DGP ആയിട്ടാണ് പോലീസിൽ യൂണിഫോം ഇട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട് വെച്ചത് 1998 ഞാൻ വീട് പണി തുടങ്ങി. 99 ഈ വീട്ടിൽ താമസമാണ്. അതിനു മുമ്പ് 91 ഞാൻ വട്ടിയൂർക്കാവ് ഭാഗത്ത് വന്നതാണ്. ഇപ്പോൾ 35 വർഷമായിട്ട് വട്ടിയൂർക്കാവ് സ്ഥിര താമസക്കാരനാണ് ഞാൻ. അതിൽ 1 വർഷം മാത്രമാണ് ഞാൻ കൊച്ചിൻ കമ്മീഷണറായിട്ട് പുറത്തു പോയിട്ടുള്ളൂ. ബാക്കി 34 വർഷം ഞാൻ ഇവിടെ തന്നെയാണ് താമസം. ഈ വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനായിട്ട് ഇൻട്രാക്ഷനോ നല്ലതോ ചീത്തയോ ഒന്നും ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് യാതൊരു റിയാക്ഷനും ഉണ്ടാകേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതൊക്കെ ചിലർക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചില സീനിയർ ഓഫീസേഴ്സിനൊക്കെ തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ അവരുടെ പാർട്ടിയിൽ ചിലർക്ക് തോന്നുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ അവരുടെ കേരള പോലീസിലെ പോലീസ് അസോസിയേഷൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ ചില സഖാക്കന്മാരുണ്ട്. അവരുടെ പാർട്ടി ലെവി കൊടുക്കുന്നവരാണ്. അതായത് ഒരിക്കലും ഒരു പബ്ലിക് സർവൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. ഒരു പാർട്ടിയുടെ മെമ്പറാകുക, അതിലെ ലെവി കൊടുക്കുക. ലെവി കൊടുക്കുന്ന മെമ്പേഴ്സ് വളരെ കുറവുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ബാക്കി അവർക്ക് പലതരം മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ലെവി കൊടുക്കുന്ന മെമ്പേഴ്സായിട്ട് നടക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവർക്ക് എന്നോട് ചിലപ്പോൾ വിരോധം കാണും. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ മറ്റു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് കാണുമായിരിക്കും. അല്ലാതെ എനിക്ക് പിണറായിട്ട് പ്രത്യേകിച്ച് യാതൊരു വിഷയവും ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. സാർ DGP സ്ഥാനത്തുനിന്ന് കുറച്ച് മാറ്റുന്നുണ്ടല്ലോ, അതിനുശേഷം സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ടാണ് സാർ വന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നളിനി നെറ്റോയാണോ അതോ കമ്മ്യൂണിസ്റ്റ്? നളിനി നെറ്റോ അതിലൊരു ഉപകരണമായെന്ന് മാത്രമേ ഉള്ളൂ. അത് സെയിം അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന പലരും ഉണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്, ചില സീനിയർ ഓഫീസേഴ്സ് അതിൽ റിട്ടയർ ചെയ്തവരുണ്ടാകാം. പിന്നെ അവരുടെ പാർട്ടിയിൽ ചിലർക്ക് അല്ല, അതുപോലെ ഇവരുടെ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ അതിലുണ്ടാകാം. പക്ഷേ ഏതായാലും അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓടേണ്ട വന്നെങ്കിലും അവസാനം ആർക്കാണ് അടി കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അവസാനം എനിക്കും കുറച്ച് ഓടേണ്ട വന്നു. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം പൈസ എടുത്ത് കേസ് നടത്തുന്നു, അവരുടെ നാട്ടുകാരുടെ പൈസ എടുത്ത് കേസ് നടത്തുന്നു.
ഇപ്പം എൻ്റെ കേസ് നടത്താനായിട്ട് 3 കോടിയോ 4 കോടിയോ അവർക്ക് ചിലവായിട്ടുണ്ട് ഗവൺമെൻറ്റിന്. മനസ്സിലായോ? നള്ളി നെറ്റൊക്കെ അതിലൊരു ഉപകരണം മാത്രമാണ്. അവരുപയോഗിക്കാൻ ആ ഉപകരണമാകാൻ അവർ റെഡിയായി നിന്നു കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അതിൽ നമ്മൾ കാണേണ്ട ഇതുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്കതിൽ പറയാനുള്ളൂ. സർ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പച്ച വെളിച്ചം എന്നുള്ളതൊന്നും ഉണ്ടോ? ഇൻ്റലിജൻസിൽ അന്വേഷിച്ച കൃത്യമായിട്ട് അറിയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർ, ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന സാധനം ഇനി എത്ര കാലം കൂടെ ഉണ്ടായിരിക്കും? ഇന്ത്യയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ യാതൊരു ആവശ്യവുമില്ല. കാരണം എല്ലായിടത്തും വികസനം ഇല്ലാതെ മുരടിപ്പ് ഉണ്ടാക്കുകയും മനുഷ്യനെ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണത്. അതിൻ്റെ ഏറ്റവും കൃത്യമായ എക്സാമ്പിളാണ് ബംഗാൾ. അവർ 34 വർഷം ഭരിച്ചിട്ടും ആ ബംഗാൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഇപ്പം പടങ്ങൾ വരുന്നുണ്ട്. ക്യൂബയുടെ പോലെയുള്ള പടങ്ങളാണ്. അതായത് ഒരു രാജ്യം ക്യൂബ പോലെ ആക്കി വയ്ക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടുപോകാം. ഒരു വികസനവും ഇല്ലാതെ മനുഷ്യനെ മുരടിപ്പിച്ച് അതിൽ കൊണ്ടു കിടക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോൾ കേരളത്തിൽ കൂടി ഭരണം പോയി കഴിഞ്ഞാൽ, അതൊരു 10 വർഷത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഇല്ലാതാകും. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് സോഴ്സസ് ഓഫ് ഇൻകം ഇല്ലാതാകും. മനസ്സിലായോ? ഒരു പാർട്ടി നിലനിൽക്കണമെങ്കിൽ അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. സോഴ്സ് ഓഫ് ഇൻകം ഇപ്പോൾ കേരളമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ എല്ലാ പരിപാടികൾക്കുമുള്ള അവരുടെ പോളിറ്റ് ബ്യൂറോയ്ക്കുള്ള, കാരണം അതുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കേരള ഘടകത്തിന് കീഴിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ഘടകങ്ങളാണ്. അപ്പോൾ അതിനുള്ള പവർ കുറയും. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ഇപ്പോൾ ബിജു പ്രഭാകർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നമ്മളെ തന്നെ കൊള്ളയടിക്കുന്ന നാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു റോഡ് പടിയിൽ ഇപ്പോൾ ഒരാളെങ്കിലും സൊസൈറ്റിക്ക് എത്ര കോടി രൂപ ഈ 10 വർഷം കൊണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഒരാളെങ്കിലും സൊസൈറ്റിക്ക്. അത് എക്സ്പെർട്സ് വേണ്ട മേഖലകളായാലും അതുപോലെ റോഡ് പണിയായാലും കെട്ടിടം പണിയായാലും എല്ലാം. ഇപ്പോൾ ഒറ്റ കാര്യം എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ വയനാട് ചുരൽമലയിലും മുണ്ടക്കയിലും അനാഥരായി പോയ ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ആ വീട് പണിതതുപോലും അത് 750 കോടി രൂപയാണ് ഒരാളെങ്കിലും സൊസൈറ്റിക്ക് കിട്ടുന്നത്. അതിന് ആകെ കൂട്ടി ചിലവ് വരുന്നത് ലാവിഷായിട്ട് ചിലവ് ചെയ്താൽ 250 കോടി രൂപ വരുള്ളൂ. ബാക്കി 500 കോടി രൂപ ആരെടുക്കുന്നു? നമ്മൾ നോക്കിയാൽ മതി. ഇതേപോലെയാണ് ഓരോ പ്രൊജക്റ്റ് എല്ലാം ഒരാളുകളാണ് ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റ് പോലും നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ പറ്റില്ല ഒരാളുകൾ ചെയ്യാത്തത്. അപ്പോൾ അതിൽ നിന്ന് കാരണം അവർക്ക് കൊട്ടേഷൻസും അതുപോലെയുള്ള അല്ലെങ്കിൽ ടെൻഡറും ഒന്നും ബാധകമല്ല. അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ടാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പാർട്ടിയും അതുപോലെയുള്ള സംവിധാനങ്ങളിലേക്കും ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഭരണമില്ലാതെ വന്നാൽ ഈ സോഴ്സസ് എല്ലാം നിൽക്കും. ഇപ്പോൾ കുറേ നാളത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടാകും. അത്രയധികം പൈസ അവർ ഡൈവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഭരണത്തിൻ്റെ കീഴിൽ. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം കാണുന്നത് പോലെ ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ പുത്തിരിക്കണ്ടം മൈതാനം അടുത്ത വർഷം ഓണക്കാലത്തേക്ക് 15,000 രൂപയ്ക്ക് കൊടുത്തു. ഇപ്പോൾ അത് 1.5 ലക്ഷം രൂപ പോലും അതിൽ ഉപരിയായിട്ട് കൊടുക്കാൻ ആൾക്കാർ കിടക്കുകയാണ്. അപ്പോൾ ആ 15,000 രൂപ ഒഴിച്ച് ബാക്കിയുള്ള 1, 2, 5 ലക്ഷം രൂപ അത് ബ്ലാക്ക് മണി ആയിട്ട് പാർട്ടിക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ആ പാർട്ടിയിലുണ്ട്. പക്ഷെ ഭരണമില്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും അതുപോലെ മറ്റു കോർപ്പറേഷനിലും അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല പോകുന്നത്. ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഒരു കോർപ്പറേഷൻ മാത്രമേ അവർക്ക് ബാക്കി കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാ കോർപ്പറേഷനും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഭരണം കിട്ടാനുള്ള ഇനി അവർക്ക് ഭരിക്കാനുള്ള സോഴ്സ് ഓഫ് പവർ ഈ അവരുടെ മണി പവർ ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പാർട്ടിയെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. അവർ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നത് പിൻവാതിൽ നിയമനം. ഒരു 3 ലക്ഷം പേരെങ്കിലും അവർ പിൻവാതിൽ വഴി നിയമിച്ച് കാണും. പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇനി ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ ഇപ്പോൾ റബ്കോയ്ക്ക് 228 കോടി രൂപയാണ് എടുത്തു കൊടുത്തത്. ഗവൺമെൻറ് പണം, നാട്ടുകാരുടെ പണം. റബ്കോ നഷ്ടം വരുത്തിയതിന് നാട്ടുകാരുടെ നികുതി പണം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അത് പാർട്ടിക്ക് പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുപോലെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കണ്ടമാനമുണ്ട്. അവിടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. പിന്നെ ഇതേപോലെ ദേശാഭിമാനിയിലും കേരളീയിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം വഴിയാണ് അവർ അവരുടെ ആ നിലനിൽപ്പ് നിലനിർത്തിയിരുന്നത്. അതില്ലാതാകും. അതോടെ ഈ സംവിധാനം തന്നെ ഈ ബംഗാളിലെയും ത്രിപുരയിലും പോലെ കണ്ടാൽ ആൾക്കാർ പെപ്പട്ടിയെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നത് പോലെ ഉള്ള സംവിധാനത്തിലേക്ക് കേരളത്തിലേക്കും സ്ഥിതി വരും എന്നാണ് എനിക്ക്
കാണാൻ പറ്റുന്നത്. ഈ DYFIയിലെയും SFIയിലെയും ചെറുപ്പക്കാരുടെ ഭാവി എന്തായിരിക്കും? അവർ ഈ നാടിന് വേണ്ടി നല്ലതായിരിക്കുമോ ചെയ്യാൻ പോകുന്നത്, അതോ എന്തായിരിക്കും ഈ അതായത് ഈ ഭാവിയിൽ ഈ സംവിധാനം, അതായത് അവരുടെ സോഴ്സസ് ഓഫ് ഇൻകം ഇല്ലാതാവുന്നതോടുകൂടി അവർ ആ പാർട്ടിയിൽ നിന്ന് മാറാനും നല്ല രീതിയിൽ ചിന്തിക്കാനും, അതായത് ശാസ്ത്രീയമായിട്ടും അവരുടെ പാർട്ടിയുടെ അടിമയിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഇടവരാനും അങ്ങനെ നല്ല കുട്ടികളാകാനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങൾ DYFIക്കാർ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ SFIക്കാർ പറയുന്നത് നോക്കുമ്പോൾ ഒരടിസ്ഥാനവുമില്ലാത്ത ഏകദേശം ഒരു ഹാലൂസിനേറ്റഡ് ആയിട്ടാണ് അവർ മൊത്തത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഇത് ഈ പാർട്ടിയുടെ ഗുണം കൊണ്ടിട്ടാണോ അതോ പാർട്ടി വന്നതിന് ശേഷം എങ്ങനെ ആവുന്നതാണോ? പാർട്ടി ആ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നത് നോക്കിയാൽ ഇവരെല്ലാം സംസാരിക്കുന്നത്, TV-യിൽ ചർച്ച ചെയ്യുന്നത് എല്ലാം ഒരുപോലെയാണ്. എല്ലാം ഒരു അച്ചിൽ വാർത്തതാണ്. ആ ഒരു അച്ചിൽ വാർത്ത ഇപ്പം ഏതൊരു നേതാവും, സ്വരാജ് സംസാരിക്കുന്ന രീതി, ഇപ്പം P. രാജീവ് സംസാരിക്കുന്നത് അവസാനം അയാൾക്ക് തന്നെ കേൾപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് പറയാൻ പറ്റും എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. P. രാജീവ് MA ബേബി പറയുന്നത് തിരിച്ച് അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലാകുമോ?